بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد خاتم الأنبياء والمرسلين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين. أما بعد، أصحاب السماحة، أصحاب الفضيلة، أصحاب السعادة، أيها الحفل الكريم، لشرف عظيم للمسلمين خاصة ولجميع أهل الهند عامة هذه الجامعة، جامعة مركز الثقافة السنية الإسلامية التي أسست قبل 37 سنة، وقد تخرج منها خلال هذه الفترة حوالي 75,000 طالب وطالبة من العلماء والحكماء والمهندسين والمحامين وغيرهم الذين حصلوا على العلوم الدينية والدنيوية والتقنية. الحمد لله على كل حال. في هذه الآونة المباركة أولا نرفع إلى صاحب السمو الشيخ خليفة بن زايد آل نهيان رئيس دولة الإمارات العربية المتحدة، متعنا الله بطول حياته وصحته نفعا للإسلام والمسلمين. نرفع إليه أقصى آيات التهاني والتبريكات والتزكيات، ونرفع إلى إخوته وأخواته خصوصا إلى صاحب السمو الشيخ محمد بن زايد آل نهيان
ولي أحد وإلى صاحب السمو الشيخ منصور بن زايد آل نهيان، وإلى جميع أبناء الشيخ المرحوم المغفور له الشيخ زايد بن سلطان آل نهيان، أدخله الله في فسيح جناته، وجمعنا الله بيننا وبينه في جوار الحبيب محمد صلى الله عليه وسلم. نرفع إلى أهل الإمارات كلها حكومة وشعبا لأنهم يساعدوننا كثيرا، وأرسلوا إلينا مندوبين لمشاركة هذا المؤتمر. وكذلك نرفع آيات التهاني والتبريكات إلى صاحب الجلالة جلالة الملك عبد العزيز آل سعود ملك المملكة العربية السعودية الذي يخدم الأمة الإسلامية في أنحاء العالم، وأرسلوا إلينا أيضا وفودا لمشاركة هذا المؤتمر. ونرفع آيات التهاني والتبريكات إلى صاحب الجلالة سلطان قابوس ملك سلطنة عمان، وإلى الشيخ أحمد الخليلي مفتي عام ديار السلطنة العمانية الذي أرسل ابنه لمشاركة هذا المؤتمر. ونرحب جميع الحاضرين من جميع البلاد الذين تحملوا المشاق الشديدة لمشاركة هذا المؤتمر، ونرحبهم ترحيبا حارا. وكذلك نرحب أصحاب الصحائف الوام وغير الذين جاءوا من الإمارات إلى هنا ونشروا في جميع بلاد العرب عن جامعة مركز الثقافة السنية الإسلامية. نشكرهم شكرا جزيلا ونرحبهم ترحيبا حارا، وشكرا. മഹാന്മാരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രിയപ്പെട്ട മുതഅല്ലിമുകൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, ഈ സദസ്സിലേക്ക് കടക്കാൻ പോലും കഴിയാതെ വളരെ കിലോമീറ്ററുകളോളം അകലെ ഇങ്ങോട്ട് കടക്കാൻ കഴിയാതെ പോലും വിഷമിച്ച് ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയവർ എല്ലാവരോടും, ഇതിന്റെ വളണ്ടിയർമാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പത്രപ്രവർത്തകർ, മറ്റ് മാധ്യമ പ്രവർത്തകർ, എല്ലാവരോടും ഞാൻ ആദ്യമായി എന്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം
സമ്മേളനം നടത്തുന്നത് ലോകം മുഴുക്കെ ഏറ്റവും വലിയ വിപത്തിലും ദുഃഖിതമായ അവസ്ഥയിലും കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ്. സനദുദാന പ്രസംഗം എന്ന നിലക്ക് എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ എന്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ ഇതിനു മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മറിയമിലൂടെ നമ്മെ അറിയിച്ച ആയത്ത് ഖുദിൽ കിതാബ ബിഖുവ്വ. മാ ഹുവൽ ഖുവ്വത്തു ഹുവൽ മസ്ഊലിയ്യ വൽ അസ്മ വസ്സബ്റു വത്തമസ്സുകു ബിൽ ഹഖ് മിൻ ഗൈരി തബ്ദീൽ വതഗ്യീർ والقيام بحقوق الله وحقوق الناس. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്ത് ഇത് രണ്ടും മുറുകെ പിടിച്ച് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി, ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. എന്റെ ശബ്ദം കേൾക്കുന്ന മറ്റ് മതസ്ഥരായ ആളുകളോടും ഞാൻ പറയട്ടെ, അൽഹംദുലില്ലാഹ് ഈ കാരന്തൂർ മർക്കസ് തഖാഫത്തി സുന്നിയുടെ ചുറ്റുഭാഗത്ത് നിരവധി അമുസ്ലിംകൾ താമസിക്കുന്നുണ്ട്. അവരും ഞങ്ങളുമായി വളരെ സൗഹാർദ്ദത്തിലാണ്, വളരെ ബന്ധത്തിലാണ്. അവരുടെ സഹായവും സഹകരണവുമാണ് നാം ഈ കാണുന്ന സമ്മേളനമെല്ലാം ഇവിടെ നടത്താൻ കാരണമാകുന്നത്. പക്ഷേ ഇന്ന് മൊത്തത്തിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ എന്തൊക്കെയോ ഇവിടെ നടക്കുകയാണ്. മുസ്ലിംകൾ ന്യൂനപക്ഷമായ, വളരെ ന്യൂനപക്ഷമായ ഒരുപാട് പ്രദേശങ്ങളിൽ അസാമിലെ പോലെ മുസ്ലിംകളെ തുടച്ചു നീക്കിക്കളയാനുള്ള ശ്രമങ്ങൾ നടത്തുകയും അവരെ കൊലപ്പെടുത്തുകയും ആഫ്രിക്കയുടെ ചില ഭാഗങ്ങളിൽ മുസ്ലിംകൾ കുറവായ പല പ്രദേശങ്ങളിലും മുസ്ലിം സമുദായത്തെ ഇവിടെ നിന്ന് നശിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നതായി നാം കേൾക്കുന്നു. പക്ഷേ ഞാൻ അത്ഭുതപ്പെടുകയാണ്, ആരും അതിനെ സംബന്ധിച്ച് ശബ്ദിക്കുന്ന പോലുമില്ല. ആരും അതിലേക്ക് വിരൽ ചൂണ്ടുന്നില്ല. എല്ലാവരും കേട്ട് നിൽക്കുകയാണ്. ലോകം അതിലേക്ക് കണ്ടുപിടിക്കേണ്ടതില്ലേ? കാരണം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, മുസ്ലിം സമുദായം ഇവിടെ എന്താണ് ചെയ്തിട്ടുള്ളത്? മറ്റ് സമുദായങ്ങളോട് എന്തെങ്കിലും ഒരു അക്രമം മുസ്ലിംകൾ ചെയ്തിട്ടുണ്ടോ? ഇല്ല. നിർബന്ധമായി ഏതെങ്കിലും ഒരു വ്യക്തിയെ മതപരിവർത്തനം ചെയ്യിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. കാരണം
ഞങ്ങളുടെ മതം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ചിലർ ഇസ്ലാമിലേക്ക് നിർബന്ധ മതപരിവർത്തനമുണ്ടെന്ന് പറയുന്നത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഈ വാക്കിന്റെ അർത്ഥം അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹരില്ലെന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാണെന്നും ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു എന്നാണ്. അപ്പോൾ മനസ്സിൽ ഉറപ്പിക്കാതെ നിർബന്ധിച്ച് ഷഹാദത്ത് ചൊല്ലിച്ചത് കൊണ്ട് അവർ ഇസ്ലാമിലേക്ക് വരുന്നില്ല, അവർ മുസ്ലിമാകുന്നില്ല. പിന്നെ എങ്ങനെയാണ് നിർബന്ധ പരിവർത്തനം ഇവിടെ നടക്കുന്നത്? ഇപ്പോൾ ഇസ്ലാമിൽ നിന്ന് മറ്റ് മതങ്ങളിലേക്ക് നിർബന്ധ മതപരിവർത്തനം നടത്താനുള്ള ക്യാമ്പയിനുകളും ചർച്ചകളും ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്നതായി കേൾക്കുന്നു. കേരളത്തിന്റെ പുറത്തും ആണ് കൂടുതൽ. എന്നാൽ അടുത്ത ദിവസം നമ്മുടെ കേരളത്തിലെ ആലപ്പുഴ ഭാഗത്തും അങ്ങനെ ഒരു ക്യാമ്പ് നടന്നു എന്നാണ് അറിയുന്നത്. നിർബന്ധിച്ച് പാവപ്പെട്ട ആളുകളെ ഇസ്ലാമിൽ നിന്ന് വ്യതിചലിപ്പിക്കാനുള്ള കൺവെൻഷനും ക്യാമ്പയിനും നടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഈ പ്രവർത്തനം കൊണ്ട് അവർക്ക് മുസ്ലിംകളെ മാറ്റാൻ കഴിഞ്ഞാൽ അത് അവർക്ക് ഉദ്ദേശിച്ചതുപോലെ ആയി. അഥവാ മാറ്റാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനെതിരെ ജനങ്ങൾ ഇവിടെ ശബ്ദിക്കുമ്പോൾ ഒരു മതത്തിൽ നിന്നും ഒരു വിധേയയും മാറാൻ പാടില്ല എന്ന ഒരു നിയമം ഇവിടെ കൊണ്ടുവരാനാണോ ഈ കുതന്ത്രമെന്ന് ഞാൻ സംശയിക്കുകയാണ്. മതം മാറ്റാനുള്ള പ്രവർത്തനം അവിടെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ഒച്ചപ്പാടുകൾ വരും. എന്നാൽ ഉടനെ ഒരു തീരുമാനം ഗവൺമെന്റ് തലത്തിൽ എടുക്കാൻ ആരും മതം മാറാൻ പാടില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടുത്തെ ഗവൺമെന്റുകളോടും ജനങ്ങളോടുമെല്ലാം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ രണ്ട് കാര്യവും മുസ്ലിം സമുദായം അനുവദിക്കുകയില്ല. നിർബന്ധ പരിവർത്തനവും അനുവദിക്കില്ല. ഏതെങ്കിലും ഒരാൾ അവന്റെ സ്വന്തം സ്വമനസ്സാലെ ഏതെങ്കിലും മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നുവെങ്കിൽ, പ്രായപൂർത്തിയെത്തിയതിന്റെ ശേഷം അത് ചെയ്യുന്നുവെങ്കിൽ അത് തടയാനും കഴിയില്ല. അതാണ് ഇന്ത്യയുടെ പാരമ്പര്യം, അതാണ് ഇന്ത്യയുടെ ചരിത്രം. ഇന്ത്യ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന അനുവദിക്കുന്ന സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ് അത്. ആ സ്വാതന്ത്ര്യം എടുത്തുകളയാൻ പറ്റില്ല. ഞാൻ അവിടെ മറ്റൊരു കാര്യം കൂടി സംശയിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ ഉള്ള പല ചരിത്രങ്ങളും മാറ്റിയെഴുതുന്നതായി അറിയാൻ സാധിക്കുന്നു. എന്താണ് ഈ മാറ്റി എഴുതിയത് കൊണ്ടുള്ള ലക്ഷ്യം? യഥാർത്ഥത്തിൽ ലോകം മുഴുക്കെ കഴിഞ്ഞുപോയ നല്ല ജനങ്ങളുടെ ചരിത്രം മനസ്സിലാക്കി രാജ്യത്ത് സമാധാനവും ഐക്യവും ഭദ്രതയും കെട്ടുറപ്പും ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ജനങ്ങൾ. മുൻഗാമികളുടെ ചരിത്രത്തിൽ നിന്നല്ലാതെ, മുൻഗാമികളുടെ മാർഗത്തിൽ നിന്നല്ലാതെ, മുൻഗാമികളുടെ സരണിയിലൂടെ നടന്നെങ്കിലല്ലാതെ ഒരിക്കലും
ലോകത്ത് സമാധാനം ഉണ്ടാവുകയില്ല. ഭൗതിക ലോകത്തുമില്ല, പാരത്രിക ലോകത്തുമില്ല, എവിടെയും ഇല്ല. അപ്പോൾ കഴിഞ്ഞ കാല ചരിത്രം അതേ നിലക്ക് പഠിക്കുകയും അല്പമെല്ലാം നേരത്തെ തന്നെ ഒരുപാട് ചരിത്രങ്ങൾ വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട്, തിരുത്തി എഴുതപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലത്തുള്ള മുഴുവൻ ചരിത്രങ്ങളും അതേപടി ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഉള്ളത് അവിടെ നിലനിർത്തുന്നതിന് പകരം ഇപ്പോൾ ചരിത്രം തിരുത്തി എഴുതിയാൽ അതിന്റെ അർത്ഥം ഈ രാജ്യത്തെ നാശത്തിലേക്ക് കൊണ്ടുപോകുന്നു. ഈ രാജ്യത്ത് ഏറ്റവും വലിയ അധാർമികതയും അക്രമങ്ങളും തമ്മിൽ വൈരാഗ്യവും വിദ്വേഷവും വളർത്താൻ മാത്രമേ ഈ സംഭവം ഉപകരിക്കുകയുള്ളൂ എന്ന് ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ഗവൺമെന്റിന്റെ മുമ്പിലും കേരള ഗവൺമെന്റിനോടും ഇന്ത്യ ഗവൺമെന്റിനോടും മാറി മാറി വരുന്ന ഏത് ഗവൺമെന്റുകളോടും നമുക്ക് പറയാനുള്ളത്, ചരിത്രം തിരുത്തി എഴുതി ഇവിടെ ജനങ്ങൾക്കിടയിൽ ഭിന്നിപ്പ് വേണ്ട. നിർബന്ധ മറുപരിവർത്തനം പാടില്ലെന്ന നിയമം അത് അതേ നിലക്ക് തന്നെ നിൽക്കട്ടെ. സ്വതന്ത്രമായി ആരെങ്കിലും മതപരിവർത്തനം ചെയ്യിപ്പിക്കുന്നുവെങ്കിൽ അത് നടന്നുകൊള്ളട്ടെ, അത് തടയാനാവില്ല. മുസ്ലിം ഒരിക്കലും തീവ്രവാദിയല്ല, മുസ്ലിം ഒരിക്കലും ഭീകരവാദിയല്ല. ടെററിസം ഇസ്ലാമിന് അന്യമാണ്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറഞ്ഞു, വബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി ലംഫളു മിൻ ഹൗലിക. ഓ ഹബീബായ നബിയേ, അവിടുന്ന് ഏറ്റവും വലിയ സമാധാനിയാണ്, അവിടുന്ന് റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. അഖില ലോകത്തിനും റഹ്മത്തായിട്ടാണ് തങ്ങളെ അല്ലാഹു തആല അയച്ചിട്ടുള്ളത്. അങ്ങനെ തങ്ങൾ ലോകത്തിന് റഹ്മത്തായ കാരണത്താൽ ലിൻത ലഹും, അവരോട് ജനങ്ങളോട് തങ്ങൾ വിനയം കാണിച്ചു. വലൗ കുൻത ഫദ്ദൻ ഗലീദൽ ഖൽബി, തങ്ങളെങ്ങാനും ഹൃദയം പരിപരുത്ത കടുത്ത തീവ്രവാദിയോ ഭീകരവാദിയോ ആയിരുന്നുവെങ്കിൽ ലംഫളു മിൻ ഹൗലിക, തങ്ങളുടെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞു പോകുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് പഠിപ്പിച്ചത്, അർറഹിമൂന യർഹമുഹുമുർ റഹ്മാൻ തബാറക വതആല യർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാഇ. ഓ, നോക്കൂ നിങ്ങൾ, ഇവിടെ ജാതിയുടെയോ മതത്തിന്റെയോ നിറത്തിന്റെയോ രാജ്യത്തിന്റെയോ വ്യത്യാസമില്ലാതെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അർറഹിമൂൻ, പരസ്പരം കൃപ കാണിക്കുന്നവർ, പരസ്പരം ഗുണം ചെയ്യുന്നവർ. യർഹമുഹുമുർ റഹ്മാനു തബാറക വതആല, അല്ലാഹു തആല അവർക്ക് ഗുണം ചെയ്യും, അവരോട് കൃപ കാണിക്കും. ആകയാൽ ഇർഹമൂ മൻ ഫിൽ അർള്, ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും മുഴുവൻ സാധനങ്ങൾക്കും ജീവികൾക്കും നിങ്ങൾ കാരുണ്യം ചെയ്യണം, നിങ്ങൾ റഹ്മത്ത് ചെയ്യണം. യർഹംകും മൻ ഫിസ് സമാഇ, എന്നാൽ ആകാശത്തിന്റെ അധിപനായ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യും. സുഹൃത്തുക്കളെ, ഇതല്ലേ റഹ്മത്തുൽ ലിൽ ആലമീനായ
അഖില ലോകത്തിന്റെ നേതാവായ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് പഠിപ്പിച്ചതാ. അതാണ് പഠിപ്പിച്ചത്. ജാമിഅ മർകസ് തഖാഫത്ത് സുന്നിയ ഈ നയമാണ് ലോകത്തിന് പഠിപ്പിക്കുന്നത്. ഈ വിശ്വാസമാണ് പഠിപ്പിക്കുന്നത്. ഈ രീതിയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അൽഹംദുലില്ലാഹ് എന്ത് തന്നെ എതിർപ്പുകൾ വന്നാലും കുതന്ത്രങ്ങൾ പ്രയോഗിച്ചാലും ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജയിലറകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും ജനങ്ങൾ അത് പുച്ഛിച്ചു തള്ളുകയും അതാ ഉയർത്തി എഴുന്നേൽക്കുകയും ചെയ്യുന്നത് അതിന്റെ കാരണമാണ് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നീട്ടുന്നില്ല. നമ്മുടെ മർക്കസ് ജനങ്ങളോടൊപ്പം, രാജ്യത്തോടൊപ്പം, ഈ രാജ്യത്തിന്റെ നന്മക്ക്, ജനങ്ങളുടെ നന്മക്ക് നാം പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണ് 75,000-ഓളം വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠനം നൽകി ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തിറക്കാൻ കഴിഞ്ഞത്. അത് ഞങ്ങളുടെ കയ്യിലൊന്നും ഉണ്ടായത് കൊണ്ടല്ല. നിങ്ങൾ മനസ്സിലാക്കണം, 37 കൊല്ലം എന്ന് പറഞ്ഞാൽ ഇതിന് തറക്കല്ലിട്ട കൊല്ലമാണ്. പഠനം തുടങ്ങിയിട്ട് 34 കൊല്ലം, 35 കൊല്ലമേ ആയുള്ളൂ. ഈ കൊല്ലത്തിനിടക്ക് 75,000-ഓളം വിദ്യാർത്ഥികളെ, വിവിധ തരത്തിലുള്ള വിദ്യാർത്ഥികളെ പുറത്തിറക്കാൻ, പഠിച്ച് സർട്ടിഫിക്കറ്റ് കൊടുത്ത് പുറത്തിറക്കാൻ സാധിച്ചുവെങ്കിൽ ഇത് ഏറ്റവും വലിയ നേട്ടമല്ലേ സഹോദരങ്ങളെ? എത്ര നൂറുകണക്കായ അനാഥകളെയാണ് നാം കൈപിടിച്ചുയർത്തി അവർക്ക് തൊഴിലുകൾ ഉണ്ടാക്കി കൊടുത്തു, അവരെ പഠിപ്പിച്ചു, അവർക്ക് തൊഴിലുണ്ടാക്കി, അവരെ ഉന്നതിയിലേക്ക് നയിച്ചു. അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗത്തും പ്രവർത്തിക്കുന്ന നിരവധി പ്രവർത്തകന്മാർ ഈ സ്ഥാപനത്തിൽ നിന്ന് പുറകോട്ട്, ഈ സ്ഥാപനത്തിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിച്ചെന്ന് സമുദായത്തിനു വേണ്ടി പ്രവർത്തിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഇടയ്ക്ക് ഞാനൊരു വാക്ക് പറയട്ടെ. നിങ്ങളുടെ അകമഴിഞ്ഞ സഹായമുണ്ടാകണം. ഞങ്ങൾക്ക് നിങ്ങളുടെ സഹായം കൊണ്ട് മാത്രമാണ് ഈ സ്ഥാപനം വളരുന്നത്. യതീം മക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അനാഥകൾക്കും അഗതികൾക്കും ഭക്ഷണം കൊടുക്കണം, വസ്ത്രം കൊടുക്കണം, മരുന്ന് കൊടുക്കണം, ചെരുപ്പ് കൊടുക്കണം, കുട കൊടുക്കണം, താമസ സൗകര്യം വേണം, പഠനം നൽകണം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഒരു നാടൻ ചോദ്യം. പ്രിയപ്പെട്ട സഹോദര, നിന്റെ വീട്ടിൽ ഒരു കല്യാണം നീ നിശ്ചയിച്ചാൽ 1000-ഓ 2000-ഓ വ്യക്തികളെ ഒരൊറ്റ നേരത്തെ ഭക്ഷണം കൊടുക്കാൻ ഒരു മാസത്തെ ഒരുക്കം നീ ഒരുങ്ങുന്നില്ലേ? എങ്കിൽ ഇവിടെ 360 ദിവസവും 1000കണക്കിന് കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നു, 5 നേരവും ഭക്ഷണം കൊടുക്കുന്നു. തീർച്ചയായും ഇത് വലിയ ഭാരിച്ച ഒരു ചുമതലയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കിയത് കൊണ്ടല്ലെങ്കിൽ ഇതൊരിക്കലും നടക്കുകയില്ലല്ലോ. ഒന്നും നടക്കൂല. അല്ലാഹുവിന്റെ തൗഫീഖും അല്ലാഹുവിന്റെ സഹായവും അല്ലാഹുവിന്റെ ഫത്ഹും നോട്ടവും ഉണ്ടെങ്കിലല്ലാതെ ഒരു കാര്യവും ഇവിടെ നടക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ സഹായിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ 37 കൊല്ലം കൊണ്ട് ഈ കാരന്നൂരിൽ 50-ലധികം ഏക്കർ, ഏകദേശം 100 ഏക്കറിന്റെ അടുത്ത സ്ഥലം ഈ കാരന്നൂരിൽ തന്നെ 37 കൊല്ലം കൊണ്ട് ഞങ്ങൾ
വാങ്ങിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ മഹ്ലായ ഫളലാണത്. ഇപ്പോൾ നിങ്ങൾ ഈ ഇരിക്കുന്ന കെട്ടിടത്തിന്റെ മറുഭാഗത്ത് ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ലാത്ത 1 ഏക്കർ സ്ഥലം ഞങ്ങൾ വാങ്ങി ഒരു ചെറിയ അഡ്വാൻസ് മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ. കോടികൾ കൊടുക്കണം, എങ്കിൽ മാത്രമേ അത് രജിസ്റ്ററായി കിട്ടുകയുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, ഇപ്പോൾ ഭൂമിക്ക് വില കുതിച്ചു കയറുകയാണ്. അങ്ങനെ 1 ഏക്കർ സ്ഥലം ഇൻഷാ അല്ലാഹ് അടുത്ത സമ്മേളനത്തിന് വരുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ വിശാലമായ ഗ്രൗണ്ട് അവിടെ നിങ്ങൾക്ക് കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ തലത്തിൽ നിങ്ങൾ കാശ് തരണം, സഹായിക്കണം. മർക്കസ് തഖാഫത്തി സുന്നിയയുടെ തുടക്കത്തിലുണ്ടായിരുന്ന ഏതാനും ആളുകളെല്ലാം മരിച്ചുപോയി. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട ഇ.കെ. അബൂ ഹസൻ മുസ്ലിയാർ, അണ്ടോട് അബ്ദുള്ള മുസ്ലിയാർ, സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, കൊടുപള്ളി അധികാരി, മുണ്ടോളി ഹൈദർ ഹാജി, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിറുൽ അഹ്ദൽ അവേലത്തെ തങ്ങളവர்கள், സയ്യിദ് ഫളിൽ പൂക്കോയ തങ്ങൾ, സയ്യിദ് ജമലുല്ലയിലെ തങ്ങൾ, ഇവരെല്ലാവരും ഇന്ന് നമ്മോട് യാത്ര പറഞ്ഞു പോയി. മർക്കസിന്റെ വലിയ ഗുണകാംക്ഷിയായിരുന്ന ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് നമ്മോട് യാത്ര പറഞ്ഞു പോയി. ബഹുമാനപ്പെട്ട തിരൂർങ്ങാടി ബാബു മുസ്ലിയാർ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. മയ്യനാട് തങ്ങളും ഹുസൈൻ ശിഹാബ് തങ്ങളും അദ്ദേഹത്തിന്റെ മകനുമെല്ലാം വിട്ടുപിരിഞ്ഞു പോയി. നമ്മുടെ സ്ഥാപനത്തിൽ മുദലിസുമാരായിരുന്ന പൊടിയാട് ബാപ്പു മുസ്ലിയാർ, ചെറുചോല കുഞ്ഞ് അഹമ്മദ് മുസ്ലിയാർ, നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ, അബ്ദുള്ള മുസ്ലിയാർ, അബ്ദുൽ ലത്തീഫ് മുസ്ലിയാർ, അണ്ടോണ മൊയ്തീൻ മുസ്ലിയാർ തുടങ്ങിയ ഉസ്താദുമാരും എന്റെ ചെറുപ്പകാലത്തെ ഉസ്താദ് കൂടിയായ ഇമ്പിച്ചാലി മുസ്ലിയാരവர்களுം അവരെല്ലാവരും ഈ സ്ഥാപനത്തിലെ മുദരിസുമാരായിരുന്നവർ നമ്മോട് വിട്ടുപിരിഞ്ഞു പോയി. ഇനി ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാരും പ്രവർത്തകരും വളരെ വളരെ ചുരുക്കം മാത്രമാണ്. അക്കാലം മുതൽക്ക് നമ്മുടെ കൂടെയുള്ള ഒരു പണക്കാരനാണ്, ഒരു അമീറാണ് നമ്മുടെ കാര്യാട്ട് കുഞ്ഞമ്പത് ഹാജി. അതാ ഇരിക്കുന്നു. 37 കൊല്ലവും ഈ മർക്കത്തിന്റെ കൂടെ ഇരിക്കുകയും മർക്കത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും മറ്റു ചില സ്ഥാപനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ അതിന്റെ പേരിൽ മെമ്പർ സ്ഥാനം പോലും ഒഴിവാക്കി പുറത്താക്കുകയും ചെയ്തിട്ട് അതിലെല്ലാം ക്ഷമിച്ചുകൊണ്ട് നമ്മുടെ സ്ഥാപനത്തിന്റെ കൂടെ 37 കൊല്ലം നിന്ന അതാ കാര്യാട്ട് കുഞ്ഞമ്പത് ഹാജി നമ്മുടെ ഭൂമി വാങ്ങുന്നതിലേക്ക് 1 ലക്ഷം രൂപയുമായിട്ടാണ് ഇന്ന് സമ്മേളനത്തിന് വന്നത്. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കട്ടെ. ആമീൻ പറയണം. അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു അദ്ദേഹത്തിന് ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ മൺമറിഞ്ഞു പോയ ആളുകൾ ഞങ്ങളുടെ എല്ലാവരുടെയും ഉസ്താദായ ഉസ്താദുൽ അസാത്തീദ് സൈനുദ്ദീൻ അലി ഹസൻ ഒക്കെ ഉസ്താദ് അടക്കം അവരും നമ്മെ എപ്പോഴും ആത്മീയമായി അക്കാലത്തും എപ്പോഴും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു തുടങ്ങിയ ആ ആത്മീയ നേതാക്കളും അവരെല്ലാവരും നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അർഹമുറാഹിമായ അല്ലാഹു അവരുടെ എല്ലാവരുടെയും ദർജന വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. നീ വർദ്ധിപ്പിച്ചു കൊടുക്കണം അല്ലാഹ്. അവരുടെ ഗുണങ്ങൾ ഞങ്ങൾക്കിനിയും കിട്ടിക്കൊണ്ടിരിക്കണം അല്ലാഹ്. ഞങ്ങളെ ഉപദേശിക്കുകയും
ഞങ്ങളെ നിയന്ത്രിക്കുകയും ഞങ്ങൾക്ക് ആവശ്യമായത് ചെയ്തു തരികയും ചെയ്യുന്ന ഈ ആത്മീയ നേതാക്കൾ ഹയാത്തുള്ളവരും മരിച്ചുപോയവരും അവർ മുഴുവനും ഞങ്ങളുടെ കൊടുകാംക്ഷികളാണ്. അവരെയും ഞങ്ങളെയും ഹബീബായ റസൂലുള്ളാഹിന്റെ കൂടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണം റഹ്മാനേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു 3 കോടി ഉറുപ്പിക ഈ സമ്മേളനം കഴിയുമ്പോഴേക്ക് കിട്ടണം. ഗേറ്റ് വഴി അത് വേറെയുമുണ്ട്. ഗേറ്റിന് ഇന്നലെ നമുക്ക് ഒരാൾ തന്നു, തരാമെന്നേറ്റു. ബാക്കിയുള്ള മുഴുവൻ സംഖ്യയും വേണം. നിങ്ങളൊക്കെ സഹായിക്കണം. പുസ്തകത്തിന്റെ ഇടയിൽ ഞാനിത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് നമ്മുടെ മൺമറഞ്ഞു പോയ മഹാന്മാർ, ഞാൻ നേരത്തെ പേര് പറഞ്ഞു വന്നു, അതുപോലെ നമ്മുടെ താഹിറുൽ അഹ്ദൽ തങ്ങൾ തുടങ്ങി സാദാത്തുക്കൾ, ബഹുമാനപ്പെട്ട താജുൽ ഉലമായി السيد عبد الرحمن البخاري رحمة الله عليه ونفعنا به في الدارين. മഹാനവറുകളുടെ മക്കളാണ്, അവരുടെ ശിഷ്യന്മാരാണ്, അവരുടെ മുരീദുമാരാണ്, അവരുമായി ബന്ധപ്പെട്ടവരാണ്. ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായതിന്റെ ശേഷം ആദ്യമായി നമ്മൾ നടത്തുന്ന സമ്മേളനം ആണ്. ആ താജുൽ ഉലമ അധ്യക്ഷം വഹിക്കാത്ത സമ്മേളനങ്ങൾ ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. ആ മഹാനവറുകൾ ഇന്ന് അന്ത്യവിശ്രമം കൊള്ളുന്നു പരലോകത്ത്. അല്ലാഹു തആല അവരുടെ ദറജ വളരെ കൂടുതൽ ഉയർത്തിക്കൊടുക്കുമാറാകട്ടെ. അവരുടെ സഹായം നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ ഞാൻ പറയാൻ വിട്ടുപോയ ധാരാളം പ്രവർത്തകരുണ്ട്. സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാര്, സാധാരണക്കാർ, ഇന്നും ഇന്നലെയുമായി മരണപ്പെട്ടവർ വരെ ഉണ്ട്. ഞാൻ പേര് പറയുന്നില്ല. നിരവധി സഖാഫികൾ മരിച്ചു പോയിട്ടുണ്ട്, ഉസ്താദുമാർ മരിച്ചു പോയിട്ടുണ്ട്, നമ്മുടെ പ്രവർത്തകന്മാർ മരിച്ചു പോയിട്ടുണ്ട്. അർഹമുറാഹിമായ അല്ലാഹ് അവർക്കെല്ലാവർക്കും നീ സ്വർഗം പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്കെല്ലാവർക്കും നീ ദർജ നൽകണേ അല്ലാഹ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം ചിന്തിക്കുക. നമുക്കിവിടെ ഏറ്റവും അധികം വിഷമം തോന്നുന്നത് അന്യമതസ്ഥരെ കൊണ്ടല്ല. അന്യമതസ്ഥർ നമ്മെ ഒന്നും ചെയ്യുന്നില്ല. നമ്മൾ തന്നെ നമ്മുടെ കൂട്ടത്തിൽ എന്ത് അബദ്ധമുണ്ട് എന്ന് നോക്കിപ്പിടിക്കാൻ മാത്രം നടക്കുന്ന ചില ആളുകൾ. അത്തരക്കാരോട് ഞാനൊന്നും പറയുന്നില്ല, ഒരു വാക്ക് മാത്രം പറയുന്നു. നിങ്ങളുടെ ആ കുതന്ത്രം, നിങ്ങളെ കുബുദ്ധി, അത് നിങ്ങളെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സുന്നത്ത് ജമാഅത്ത് മേൽപോട്ട് പോവുക തന്നെ ചെയ്യും. യാതൊരു സംശയവും വേണ്ട. മർക്കസ് തഖാഫത്തി സുന്നിയ അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് പോവുക തന്നെ ചെയ്യും. സംശയം വേണ്ട. അതിനെ ഊതിക്കെടുക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. يريدون ليطفئوا نور الله والله متم نوره ولو كره الكافرون. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വെളിച്ചം നമുക്ക് നന്ന് എന്നും തന്നുകൊണ്ടിരിക്കുകയാണ്. ആ വെളിച്ചം, അവന്റെ ഹിദായത്ത് നമുക്കുള്ള കാലത്ത് ഒരിക്കലും നമ്മൾ ആരുടെയും കുതന്ത്രങ്ങളെയും ചതിപ്രയോഗങ്ങളെയും ഭയപ്പെടേണ്ടതില്ല എന്നാണ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട്, സഹോദരങ്ങളോട് പറയാനുള്ളത്. എന്തെല്ലാമാണ് നടക്കുന്നത് സുബ്ഹാനല്ലാഹ്. ഇല്ലേ, എപ്പോഴും ഭിന്നിപ്പ് അതുമായി നടക്കാനാണ് ചിലർക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ അങ്ങനെ നടന്നോളൂ.
ഞങ്ങളെപ്പോഴും സത്യത്തിലുള്ള യോജിപ്പും ഐക്യവും ഇവിടെ നിലനിർത്തണം. അതാണ് ഞങ്ങളെ പ്രഖ്യാപനം. അതിന് തയ്യാറുള്ളവർ വരൂ, അല്ലാത്തവർ പോകാം. അല്ലാത്തവർക്ക് നിങ്ങളെ വഴിക്ക് പോകാം. ഞങ്ങൾ സത്യത്തിൽ നിൽക്കുകയാണ്. സത്യം അത് പുലരുക തന്നെ ചെയ്യും. അതിവിടെ നിലനിൽക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് കൽപ്പിച്ചു, നിങ്ങൾ എന്നോട് പിൻപറ്റണം, അല്ലാഹുവിന്റെ റസൂലിനോട് പിൻപറ്റണം. അല്ലാഹുവിനെ പ്രിയം വെക്കുന്നുവെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനോട് പ്രിയം വെക്കണം എന്ന് പറയാൻ അല്ലാഹു തആല കൽപ്പിച്ചു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഏറ്റവും വലിയൊരു പ്രഖ്യാപനം, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാലക്കും അലൈക്കും ഹറാമുൻ കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഇതെന്തൊരു പ്രഖ്യാപനം! എന്തൊരു പ്രഖ്യാപനം! സുബ്ഹാനല്ലാഹ്. ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാലക്കും അലൈക്കും ഹറാം. നിങ്ങൾ ആരുടെയും രക്തം ചിന്തരുത്, ആരുടെയും സമ്പത്ത് നിങ്ങൾ അപഹരിക്കരുത്, നിങ്ങൾ ആരുടെയും അഭിമാനം കേടുവരുത്തരുത്, അതിന് ക്ഷതം വരുത്തരുത്. അങ്ങനെ അഭിമാനത്തെയും സമ്പത്തെയും രക്തത്തെയും കാത്തു സൂക്ഷിക്കൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. അത് മോശമാക്കുന്നത് ഏറ്റവും വലിയ അപകടമാണ് എന്ന് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇൽ വെച്ച്, അറഫയിൽ വെച്ച്, അയ്യു ബൽദിക്കും ഹാദാ അയ്യു ശഹരിക്കും ഹാദാ അയ്യുൻ ഹാദാ എന്ന് ചോദിച്ച് അന്നത്തെ ദിവസവും അന്നത്തെ മാസവും ആ സ്ഥലവും ആ ബഹുമാനവും എല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅഅറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. എത്ര വലിയ വ്യക്തമായ പ്രഖ്യാപനം! ലോകത്തോടുള്ള പ്രഖ്യാപനം, മുസ്ലിംകളോട് മാത്രമല്ല ലോക ജനതയോടുള്ള പ്രഖ്യാപനം. നിങ്ങൾ കലഹിക്കരുത്, നിങ്ങൾ കുത്തിക്കൊലപ്പെടുത്തരുത്. അതേ സമയത്ത് ചില ആളുകൾ ഇന്നും പത്രത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു, താലിബാൻ, അയ്യു താലിബാൻ, എന്ത് താലിബാൻ, അയ്യു അമീർ, അയ്യു ഖലീഫ. ബഗ്ദാദിലെ ഇറാഖിലെ പണ്ഡിതൻ ഇവിടെയുണ്ട്. നിങ്ങൾ ചോദിച്ചു നോക്കൂ, അവിടെ ഖിലാഫത്ത് പ്രഖ്യാപിച്ചു. ഖിലാഫത്ത് പ്രഖ്യാപിച്ചിട്ട് ആദ്യമായി ചെയ്യുന്നത് അവിടുത്തെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കാഫിറാക്കുകയാണ്, അവരെ കൊല്ലുകയാണ്. ഇതാ ഈ സ്റ്റേജിലിരിക്കുന്ന അനസ് എന്ന പണ്ഡിതൻ, ആ പണ്ഡിതന്റെ പിതാവ് താമസിച്ചിരുന്ന വീട് പോലും അവർ പിടിച്ചെടുത്ത് നശിപ്പിച്ചു. കാരണം എന്താണ്? ഇവർ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആളുകളായി പോയി എന്നതാണ്. അങ്ങനെ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ കൊല്ലുകയും കാഫിറാക്കുകയും ചെയ്യുന്നു. അവർ ഇന്ത്യ രാജ്യത്തേക്ക് കടന്നു വരുമെന്ന് പറഞ്ഞു ദാഇഷ് പ്രഖ്യാപിച്ചു. ഇന്ത്യ രാജ്യത്ത് മുസ്ലിം സമുദായം ആക്രമിക്കപ്പെടുന്നു, വളരെ വിഷമത്തിലാണ്, അതുകൊണ്ട് ഞങ്ങളിതാ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്
പ്രഖ്യാപനമുണ്ടായപ്പോൾ ആദ്യമായി ഞാൻ ആ പ്രഖ്യാപനം കാണുന്നത് ഞാൻ ലണ്ടനിലായപ്പോഴാണ്. അവിടെ വെച്ച് അവിടെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ, ഒരു അന്താരാഷ്ട്ര സമ്മേളനം നടക്കുമ്പോൾ അപ്പോഴാണ് ഈ വിവരം നമുക്കറിയുന്നത്. അപ്പോൾ തന്നെ എഴുതി അറിയിച്ചു, ഇവിടുത്തെ പത്രങ്ങളിൽ കൊടുത്തു, വീടുകളിൽ കൊടുത്തു, എല്ലാം കൊടുത്തു. ഇന്ത്യ രാജ്യത്തേക്ക് അങ്ങനെ ഒരാൾ കടന്നു വരേണ്ട ആവശ്യമില്ല. ഇന്ത്യ രാജ്യത്തേക്ക് കടന്ന് വരികയേ വേണ്ട. ഇന്ത്യ രാജ്യത്തിന്റെ നിയമം അത്രയും സുഭദ്രമാണ്. ഞങ്ങളുടെ കയ്യിൽ ഭരണഘടനയുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ആര് ഭരിച്ചാലും ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ ഭരണഘടന ഞങ്ങളുടെ കയ്യിലുണ്ട്. ഏതെങ്കിലും ഒരാൾ ആക്രമിക്കപ്പെട്ടാൽ നിയമം കയ്യിലെടുക്കാതെ ഭരണത്തിന്റെ നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞങ്ങളത് ചോദ്യം ചെയ്യും. അതാണ് ഞങ്ങളുടെ നയം എന്ന് ഞാൻ പത്രത്തിൽ പ്രഖ്യാപിച്ചു. അൽഹംദുലില്ലാഹ്, ലോകം മുഴുക്കെ അത് വായിച്ചു. ഞങ്ങൾക്കിപ്പോഴും പറയാനുള്ളത് അതാണ്. ഇടയ്ക്ക് നമ്മുടെ വാർത്താ മാധ്യമങ്ങളോടും പത്രക്കാരോടും മറ്റുള്ള വാർത്താ മാധ്യമങ്ങളോടുമൊക്കെ ഞാൻ ഒരു വാക്ക് വളരെ വിനയത്തോടെ പറയുന്നു. ചില വാർത്താ മാധ്യമങ്ങൾ ചെയ്യുന്നത് കണ്ടാൽ നഊദുബില്ല, ഈ രാജ്യത്തെ ജനങ്ങളെല്ലാം തമ്മിൽ തച്ച് ഛിന്ന ഭിന്നമായി പോകണം എന്നാണ് ഇവരുദ്ദേശിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ഞാൻ ഇവിടുത്തെ പത്രങ്ങളെയും മീഡിയകളെയും മുഴുവനും അടച്ച് ആക്ഷേപിക്കുകയല്ല. സത്യസന്ധമായി റിപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, സത്യസന്ധമായി കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കുന്നവരുണ്ട്. അവരോട് ഞങ്ങൾക്ക് ഏറ്റവും വലിയ നന്ദിയും കൃതജ്ഞതയും ഉണ്ട്. അതേ സമയത്ത് എന്ത് നെഗറ്റീവ് ഉണ്ട് എന്ന് നോക്കി അടർത്തിയെടുത്തിട്ട് പാചകങ്ങളിൽ നിന്ന് അപ്പുറവും ഇപ്പുറവും വെട്ടി അടർത്തിയെടുത്ത് ക്ലിപ്പുകൾ ഉണ്ടാക്കി സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും ഇടയിൽ കളവ് പ്രചരിപ്പിക്കുന്ന ചിലരും ഇവിടെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഇങ്ങനെയുള്ള പത്രക്കാർ സമുദായം ഇവിടെ നശിച്ചു കാണാനാണോ ആഗ്രഹിക്കുന്നത് എന്ന്. ദയവ് ചെയ്ത് അവരോട് പറയാനുള്ളത്, മറ്റ് നല്ല പത്രങ്ങളെ പോലെ, നല്ല മീഡിയകളെ പോലെ നിങ്ങളും ആവണം. സമുദായത്തിന്റെ നന്മക്ക് വേണ്ടി, സമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി, രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ആര് പ്രവർത്തിക്കുന്നുവോ അവരുടെ പ്രവർത്തനത്തെ നിങ്ങൾ നല്ല കണ്ണുകൊണ്ട് കാണണം. അല്ലാത്തത് നിങ്ങൾ ചീത്ത കണ്ടുകൊണ്ട് കാണുകയോ എന്തോ ചെയ്തു. നല്ലത് നിങ്ങൾ നല്ലതായി കാണണം എന്ന് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എന്റെ പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട ഫഖാഫികളോട് പറയാനുള്ളതൊക്കെ ഞാൻ ഇന്നലെ പോലും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് ഓർമ്മയിൽ വെക്കണം. മസ്ഊലിയത്ത് അലൈക്കും അൽ മസ്ഊലിയ, നിങ്ങൾക്ക് മസ്ഊലിയത്ത് ഉത്തരവാദിത്തമുണ്ട്. മസ്ഊലിയത്തുൽ മഹൽ, മസ്ഊലിയത്തുൽ ബിലാദ്, മസ്ഊലിയത്തുൽ നാസ്, മസ്ഊലിയത്തുൽ ഫുഖറാ, മസ്ഊലിയത്തുൽ ഫുദലാ. ഒരുപാട് ഉത്തരവാദിത്വം നിങ്ങളുടെ മേലിലുണ്ട്. ആ ഉത്തരവാദിത്വം, യാ അയ്യുഹൽ മുദ്ദസിർ, ഓ കോട്ട് ധരിച്ച സഖാഫി, ഓ കോട്ട് ധരിച്ച സഖാഫി, ഖും ഫഅൻദിർ, നീ എഴുന്നേൽക്കുക. ഫഅൻദിർ, നീ ജനങ്ങളെ ഭയപ്പെടുത്തി അറിയിക്കുക. തിന്മയിൽ നിന്ന് ജനങ്ങളെ തടയാൻ ആവശ്യമായത് പറയുക. വറബ്ബക ഫകബ്ബിർ, എന്റെ റബ്ബാണ് വലിയതെന്ന് നീ കരുതുക.
നിന്റെ കൽബിനെയും നിന്റെ ശരീരത്തെയും നീ ശുദ്ധിയാക്കണം. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. റഹ്മാനായ അല്ലാഹ്, ഞങ്ങളെ സമ്പാദ്യം ഈ മക്കളാണ്. അല്ലാഹ്, ഞങ്ങളെ സമ്പാദ്യം ഞങ്ങളെ ശിഷ്യന്മാരാണ്. ഈ മർക്കത്തിൽ നിന്ന് പുറത്തിറങ്ങുന്ന യതീമുകളും അല്ലാത്തവരുമായ വിദ്യാർത്ഥികളാണ്. അല്ലാഹ്, ഞങ്ങളുടെ സമ്പാദ്യം, ആ സമ്പാദ്യം നീ നല്ല നിലക്ക് കബൂൽ ചെയ്യണേ. അല്ലാഹ്, ഈ മുതഅല്ലിമീങ്ങൾക്ക് ആലിമീങ്ങൾക്ക് ദീനിന് ഖിദ്മത്ത് ചെയ്യാൻ നീ തൗഫീഖ് ചെയ്യണം. അല്ലാഹ്, അർഹമുർ-റഹീമായ റബ്ബേ, ഈ സമ്മേളനം വിജയിപ്പിക്കുന്നതിന് കഠിനാധ്വാനം ചെയ്യുന്ന വളണ്ടിയർമാർ, അധ്വാനിച്ച് ശബ്ദം പോലും അടച്ചുപോയവരുണ്ട്, എഴുന്നേൽക്കാൻ കഴിയാതെ ആയവരുണ്ട്. അവർക്കെല്ലാവർക്കും വെയിൽ കൊണ്ട് റോട്ടിൽ നിന്ന് വാഹനങ്ങളെ തിരിച്ചുവിടുന്നവരുണ്ട്. അവർക്കെല്ലാവർക്കും അർഹമുർ-റഹീമേ നീ ഖൈറും ബർക്കത്തും ചെയ്യണം റഹ്മാനേ. ഇവിടെ വരുന്ന അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കാനും, അനാഥകൾക്ക് ഭക്ഷണം കൊടുക്കാനും, ആലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനുമൊക്കെ വിഭവങ്ങളുമായി വന്ന് നമ്മുടെ മുഅല്ലിമീങ്ങൾ SYS-ന്റെയും SSF-ന്റെയും പ്രവർത്തകർ, അങ്ങനെ നമ്മുടെ പ്രവർത്തകന്മാർ വിഭവങ്ങളുമായി മർക്കസിലെത്തി. സുബ്ഹാനല്ലാഹ്, അർഹമുർ-റഹീമായ അല്ലാഹ്, അവർ കൊണ്ടുവന്ന ഓരോ അരിമണികളുടെയും എണ്ണം കൊണ്ട്, അവർ കൊണ്ടുവന്ന ഓരോ തേകയുടെയും എണ്ണം കണ്ട്, അവരതിനു വേണ്ടി നടന്ന ഓരോ തലത്തിന്റെ തരിമണ്ണുകളെ എണ്ണം കണ്ട്, അവർക്കും അത് കൊടുത്തയച്ച ഉമ്മമാർക്കും വീട്ടുകാർക്കും കൊണ്ടുവന്ന കുട്ടികൾക്കും എല്ലാം നീ ബറക്കത്ത് ചൊരിച്ചു കൊടുക്കണം അല്ലാഹ്, റഹ്മത്ത് ചെയ്തു കൊടുക്കണം അല്ലാഹ്. വളണ്ടിയർമാർക്കും ഞങ്ങളെ സഹായിച്ചവർക്കും നീ അങ്ങേയറ്റം ബറക്കത്ത് ചെയ്യണം അല്ലാഹ്. വിദേശത്തു നിന്ന് നമ്മുടെ പ്രവർത്തകന്മാർ അതാ സൗദി അറേബ്യ, കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഒമാൻ, UAE, മലേഷ്യ, സിംഗപ്പൂർ, ആഫ്രിക്കൻ നാടുകൾ, ലണ്ടൻ, അമേരിക്ക തുടങ്ങി സ്വിറ്റ്സർലാൻഡ് തുടങ്ങി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഞങ്ങളെ സഹായിക്കുന്ന ജനങ്ങളുണ്ട്. സഖാഫികൾക്ക് കൂട്ടുകൊടുത്തവരുണ്ട്, യതീമക്കൾക്ക് ഭക്ഷണം കൊടുത്തവരുണ്ട്, ഞങ്ങളെ സഹായിച്ചവരുണ്ട്. കഴിഞ്ഞ ദിക്ർ ഹൽക്കന്റെ ദിവസവും അല്ലാതെയും അതിന്റെ മുമ്പും ഇമ്പും എല്ലാം ഞങ്ങളെ സഹായിച്ച, ഞങ്ങളെ തലമ്പാകുന്നതിലേക്കും എല്ലാം സംഭാവനകൾ ചെയ്ത നിരവധി ആളുകളുണ്ട്. അവരെ മുഴുവനും നീ റഹ്മത്ത് കൊണ്ട് അനുഗ്രഹിക്കണം അല്ലാഹ്. ഞങ്ങൾക്ക് എന്ത് കാശ് ആവശ്യമുണ്ടായാലും ഓടിച്ചെല്ലുമ്പോൾ മടി കൂടാതെ ഇന്നലെ തന്നാൽ ഇന്നും, ഇന്ന് തന്നാൽ നാളെയും ഞങ്ങൾക്ക് എടുത്തു തരുന്ന മഹൽ വ്യക്തിയായിരുന്നു ചാലിയം AP ബാവഹാജി. റഹ്മുർ-റഹീമേ, അദ്ദേഹത്തിന്റെ ഖബറ് നീ വെളിച്ചമാക്കി കൊടുക്കണം റഹ്മാനേ. ഈ താമരത്തിന്റെ തുടക്കം മുതൽ ഞങ്ങളോടൊപ്പം നിന്ന് മരണപ്പെട്ടു പോയ കൊടുവള്ളി കുഞ്ഞഹമ്മദ് ഹാജി അടക്കം ഒരുപാട് പ്രവർത്തകന്മാർ, ഞങ്ങളെ കമ്മിറ്റിയിലുണ്ടായിരുന്നവർ, മരിച്ചുപോയവർ, അവർക്കെല്ലാവർക്കും നീ റഹ്മത്ത് ചൊരിച്ചു കൊടുക്കണമല്ല. അവരുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കണമല്ല. ഞങ്ങളെ സഹായിച്ച മുഴുവൻ ആളുകൾക്കും നീ സഹായം നൽകണേ അല്ലാ. നമ്മുടെ കേസ് മുഹമ്മദ് മുസ്ലിയാരുടെ മകൻ ഇപ്പോൾ 1,00,000 രൂപ കൊടുത്തയച്ചിരിക്കുന്നു. മുറൈദയിൽ നിന്ന് പ്രവർത്തകന്മാർ ആണെന്ന് തോന്നുന്നു. പ്രവർത്തകന്മാരോട് വാങ്ങിയിട്ട് അള്ളാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ കർണാടകക്കാരനായ കൊച്ചി ഷെയ്ഖ് ഷരീഫ് ഹാജി സാഹിബ്
5 ലക്ഷം രൂപ നമുക്ക് സംഭാവന ചെയ്തിരിക്കുന്നു. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. അല്ലാഹു അദ്ദേഹത്തിന് അഭിവൃദ്ധി കൊടുക്കട്ടെ. അദ്ദേഹം ഏതാനും പ്രതിനിധികളെയും നേതാക്കന്മാരെയും ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്ക് അല്ലാഹു തആല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. ഞാൻ നിർത്തുന്നു. لا أنسى في هذا الوقت المبارك المرحوم الشيخ زايد بن سلطان آل نهيان الذي كان رئيس دولة الإمارات العربية المتحدة. وكذلك أنا أدعو صاحب السمو الشيخ خليفة بن زايد، وهو الآن مريض، رئيس دولة الإمارات العربية المتحدة، عافاه الله وشفاه. وكذلك جلالة الملك عبد الله بن عبد العزيز آل سعود، وهو أيضا قليل من المرض، له عافاه الله وصححه وشفاه يا أرحم الراحمين. ولا أنسى أفضل المساعد لهذه الجامعة لاستراء هذه الأراضي السيد عبد الله الحاملي، وكذلك سعادة الشيخ عمير بن يوسف الذي بنى دارا للبنات وساعد مساعدة ضخمة، وأبناؤه أيضا يساعدون لهذه الجامعة. غفر الله له وطول الله حياة أبناء عمير بن يوسف. الحمد لله. سعيد بن أحمد اللطيبة من أبو ظبي بنى لنا بناية كبيرة، وكذلك أخوه خلف بن عتيبة خلف بن أحمد ساعدنا ببناية كبيرة لليتامى، وكذلك كثير من أهل الإمارات ومن المملكة العربية السعودية ومن دولة الكويت ومن سلطنة عمان ومن دولة قطر ومن دولة بحرين، من كل البلاد ساعدنا كثيرون لإنشاء هذه الجامعة. اللهم اغفر لهم وبارك لهم يا أرحم الراحمين يا أرحم الراحمين. ولا أنسى أم الإمارات الشيخة فاطمة بن مبارك، الله يطول عمرها ويصحح جسمها ويوفقها لما يحب ويرضى. الله سبحانه وتعالى അവർക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ നമ്മുടെ കൂടെ പ്രവർത്തിച്ച പാറന്നൂർ PP മൊയ്തീൻകുട്ടി മുസ്ലിയാർ യുവാക്കളുടെ ആവേശമായിരുന്ന മഹാൻ ഇന്ന് നമ്മോടൊപ്പമില്ല. അല്ലാഹു അവരുടെ ഖബറിനെ സ്വർഗ്ഗപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ ദർജയെ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും ഇരുന്ന്
ക്ഷീണിച്ചത് കൊണ്ടാണ് ഒന്ന് നിന്നത്. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഒരു പ്രതിജ്ഞ ഇന്നലെ നമ്മൾ نتعهد في هذا الوقت إننا نعمل للسلام في أنحاء العالم. ഞങ്ങളെല്ലാവരും ഈ രാജ്യത്തിന്റെ നന്മക്ക് വേണ്ടി, ലോകത്തിന്റെ നന്മക്ക് വേണ്ടി, ഇന്ത്യ രാജ്യത്തിന്റെ അഖണ്ഡത കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി, മതമൈത്രിക്ക് വേണ്ടി, സാമുദായിക സ്നേഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നതാണ്. ഈ രാജ്യത്ത് സലാം, രക്ഷ, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. മർക്കസിന്റെ പ്രവർത്തകരും രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങളതിലെല്ലാം തയ്യാറാണെന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിജ്ഞയെടുക്കുന്നു. അൽഹംദുലില്ലാഹ്. Alhamdulillah, Emirates News Agency WAM ينشر في الجرائد كلها أخبارنا، أخبار الجامعة، أخبار الهند، أخبار المسلمين وسوريا وسائر البلدان من القتل، من الأبرياء، من قتل الأبرياء والضعفاء. يا أرحم الراحمين، يا أرحم الراحمين. اللهم بارك لنا ولمن ساعدنا ولمن ساهم في إنشاء هذه الجامعة وتربية الأيتام وكفالتهم وتعلم العلم وتعليمه. يا أرحم الراحمين. اللهم عليك توكلنا وإليك أنبنا وإليك المصير. اللهم رحمتك نرجو ولا تكلنا إلى أنفسنا ولا إلى أحد سواك يا أرحم الراحمين. اللهم أنت تعلم قد شرعنا فيما أحببت وأحب رسولك صلى الله عليه وسلم، فأتم لنا جميع أمورنا بأسوأها وأحسنها يا أرحم الراحمين. اللهم ما قضيت لنا من أمر وشرعنا فيه بتوفيقك وتيسيرك فتممه لنا بأكمل الوجوه وأحسنها وأصوبها، فإنك على كل شيء قدير وبالإجابة جدير. يا الله يا الله، نرفع أكفنا إليك ولا تخيبنا يا أرحم الراحمين. اللهم اشفي صاحب السمو الشيخ خليفة بن زايد آل نهيان. اللهم اشفي ملك المملكة العربية السعودية الشيخ عبد الله خادم الحرمين الشريفين. اللهم اشفه، اللهم اشفه حكام المسلمين في مشارق الارض ومغاربها الذين يقومون على الحق يا ارحم الراحمين. اللهم وفق لولاة المسلمين بما تحب وترضى يا ارحم الراحمين. اللهم ربنا توكلنا عليك وأنبنا وإليك المصير. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. നമ്മുടെ ബാംഗ്ലൂരിലെ
കഴിയുന്ന പ്രവർത്തകനായ SS ഖാദർ ഹാജി, അദ്ദേഹത്തിന്റെ ഭാര്യ ഈയിടെ മരിച്ചു പോയിട്ടുണ്ട്. ആ ഭാര്യയ്ക്ക് വേണ്ടി നമ്മുടെ സ്ഥലം വാങ്ങുന്ന ഫണ്ടിലേക്ക് 5 ലക്ഷം രൂപ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അള്ളാഹു സ്വർഗം പ്രദാനം ചെയ്യട്ടെ. അള്ളാഹു തആല അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇൻഷാ അള്ളാഹ് നാളെ മുതൽ വൈദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർഗബ് വഇദാ ഫറഗ്ത മിൻ അംരിൻ ഫശ്റഅ ഫീ അംരിൻ ആഖർ. ഇൻഷാ അള്ളാഹ് നാളെ മുതൽ SYSന്റെ 60ാം വാർഷിക സമ്മേളനം. അല്ലാഹു അക്ബർ. SYSന്റെ 60ാം വാർഷിക സമ്മേളനം അതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് നാളെ മുതൽ ഇൻഷാ അല്ലാഹ്. കേരളം മുഴുവനും ഉണർന്ന് നിൽക്കുന്ന ഈ സമയം, ഉറങ്ങാതെ ഇനിയും ഈ ഉണർച്ചയിൽ തന്നെ നമ്മുടെ 60ാം വാർഷികത്തിന് വേണ്ടി പ്രവർത്തിക്കുക. ജനുവരി ഫെബ്രുവരി അവസാനവും മാർച്ച് 1 സമാപിക്കുന്ന സമ്മേളനം വൈദാ ഫറഗ്ത ഫൻസബ് എന്ന ഈ ആയത്തിന് വഴിപ്പെട്ട് നാളെ രാവിലെ മുതൽ എല്ലാവരും അതിന്റെ പ്രവർത്തനത്തിലേക്ക് വരിക. അതുപോലെ തന്നെ മർക്കസിന്റെ ഈ ഭൂമി വാങ്ങിയ കോടികൾ പൂർത്തിയാക്കി തരാനും പ്രവർത്തിക്കുക. നമ്മുടെ സഖാഫികളെല്ലാം ഇൽമു പ്രചരിപ്പിക്കാനും സ്ഥാപനങ്ങളെ ഉണ്ടാക്കാനും ദീനിന്റെ പ്രവർത്തനത്തിനും മുന്നോട്ട് ഇറങ്ങുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് 2 ഏക്കറോളം സ്ഥലം തന്നിട്ടുള്ള കുടുംബത്തിൽപ്പെട്ട മുണ്ടോത്ത് അബ്ദുൽ ഖാദറിന്റെ ഉമ്മ ഇന്ന് മരിച്ചിരിക്കുന്നു. അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. ആരും പോകാൻ പാടില്ല. പ്രസംഗം ധാരാളമുണ്ട്.